PPF വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്. ഇതിലേതാണ് ഏറ്റവും മികച്ച നിക്ഷേപ ഓപ്ഷൻ? നിങ്ങളിൽ പലർക്കും സംശയമുണ്ടാകും, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ നിക്ഷേപിക്കണോ, അതല്ല മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള നിക്ഷേപ ഓപ്ഷനിലേക്ക് നമ്മൾ നിക്ഷേപിക്കണോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണോ അതല്ല മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണോ ഏറ്റവും നല്ലത് എന്നതിനെ കുറിച്ചാണ്. സോ അതിന്റെ ഒരു പ്രാക്ടിക്കൽ അനാലിസിസ് ആണ്, അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നടത്താൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ബോസ്വാല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ആദ്യം നമുക്ക് PPF-നെ കുറിച്ച് സംസാരിക്കാം. 1986 സ്ഥാപിതമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ള രീതിയിലാണ് PPF ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ PPF-ൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് ഉള്ളതാണ്. നമ്മൾ നിക്ഷേപിച്ച പണം പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കും. നിശ്ചിത കാലയളവിന് ശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള റിട്ടേണും അതിന്റെ കൂടെ പലിശയും ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. യാതൊരു വിധത്തിലുള്ള റിസ്ക് എലമെന്റും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് നിക്ഷേപിക്കാൻ പറ്റുന്ന, ഡിപ്പെൻഡ് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു നിക്ഷേപ പദ്ധതിയാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അഥവാ PPF. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപിക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇത് ഒരു വർഷ കാലയളവിലുള്ള എമൗണ്ട് ആണ്. അതായത് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 500 രൂപയാണ് നിങ്ങൾ PPF-ൽ നിക്ഷേപിക്കേണ്ടത്. ഏറ്റവും കൂടിയ തുക പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ 1.5 ലക്ഷം രൂപയാണ്. നിങ്ങളുടെ സാമ്പത്തിക കപ്പാസിറ്റിക്ക്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് നിക്ഷേപിക്കാൻ പറ്റുന്നത്, ആ എമൗണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 15 വർഷമാണ്. പക്ഷേ 5 വർഷത്തിന് ശേഷം പാർഷ്യൽ വിഡ്രോവലും ഇതിൽ സാധ്യമാണ്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന്റെ ഏറ്റവും പുതിയ പലിശ നിരക്ക് 7.1%. എല്ലാ 3 വർഷം കൂടുമ്പോഴും ക്വാർട്ടർലി ബേസിസിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് പുതുക്കുന്നതായിരിക്കും. PPF-ൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്പം കുറവാണെങ്കിൽ പോലും ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള ബാക്കപ്പ് ഉള്ളത് കൊണ്ട്, കൃത്യമായിട്ടുള്ള റിട്ടേൺ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഇത് കൂടുതലായും ഓപ്റ്റ് ചെയ്തു. ഇനി എന്താണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് SIP എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പണം സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. സാധാരണയായി 40 മുതൽ 50 കമ്പനികളിൽ വരെയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കപ്പെടുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജർമാരായിരിക്കും ഈ പണം കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, ഫ്ലക്സി ക്യാപ്, മൾട്ടി ക്യാപ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ടുകൾ പ്രധാനമായിട്ടും ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റർമാർ. അതായത് എന്റെ പണം കുറച്ച് റിസ്ക് എലമെന്റ് ഉള്ള ഒരു നിക്ഷേപ ഓപ്ഷനിൽ നിക്ഷേപിച്ചാലും എനിക്ക് മികച്ച റിട്ടേൺ കിട്ടും എന്നുറപ്പാണ്. അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക്, അതായത് കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ് പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ടാകുന്ന ഗവൺമെന്റ് ബാക്കപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് റിസ്ക് എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ വരുന്നത്. പ്രധാനമായിട്ടും മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ, മാർക്കറ്റിന്റെ ചാഞ്ചാട്ടത്തിന് അനുസൃതമായിട്ട് ഇതിന്റെ റിട്ടേൺ മാറി മറിയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ഹിസ്റ്റോറിക്കലി ആയിട്ട് പറയുകയാണെങ്കിൽ 12% ആവറേജ് പലിശ നിരക്ക്, ആവറേജ് റിട്ടേൺ ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ELSS ഫണ്ടുകൾക്ക് ഒഴികെ ലോക്ക് ഇൻ പീരീഡ് ഇതിന് ബാധകമല്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ റിസ്ക്, കൂടുതൽ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ഇനി നമുക്ക് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ സഹായത്തോടെ ഇത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ ടേബിൾ. ഇവിടെ 3 കോളം ഫീച്ചർ, അതായത് പ്രത്യേകത, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് SIP. ഇതിന്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ഗവൺമെന്റ് ബാക്ക്ഡ് ലോങ് ടേം സേവിങ്സ് ആണ്. അതായത് ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള ഒരു ലോങ് ടേം സേവിങ്സ് പദ്ധതിയാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് SIP-യിലേക്ക് വരുന്ന സമയത്ത് അത് മാർക്കറ്റ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ ഗവൺമെന്റ് ബാക്ക് സപ്പോർട്ട് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിന് കണക്കായിട്ടായിരിക്കും ഇതിൽ നിന്നും റിട്ടേൺ ലഭിക്കുന്നത്. റിസ്ക് എലമെന്റിലേക്ക് വരുന്ന സമയത്ത് വളരെ കുറവ് റിസ്ക് മാത്രമേ PPF-ൽ ഉള്ളൂ, അല്ലെങ്കിൽ നോ റിസ്ക് എന്ന് തന്നെ PPF-നെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് SIP-യിലേക്ക് വരുന്ന സമയത്ത് മോഡറേറ്റ് ടു ഹൈ റിസ്ക് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് റിസ്ക്, ചെറിയ റിസ്ക് മുതൽ വളരെ കൂടിയ റിസ്ക് വരെ ഇതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി റിട്ടേൺ ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് PPF-ൽ ലഭിക്കുന്നത്. അതായത് PPF-ൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു പലിശ നിരക്കുണ്ട്. അത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന, ഓരോ ക്വാർട്ടർലി നിശ്ചയിക്കുന്ന ഒരു പലിശ നിരക്കാണ്. ആ പലിശ നിരക്ക് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് അത് മാർക്കറ്റ് ലിങ്ക്ഡ് ഗെയിൻസ് ആണ്. അതായത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എത്രയാണോ ഗെയിൻസ്, നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അതിന് കണക്കായിട്ടായിരിക്കും റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന്റെ കറന്റ് റിട്ടേൺ 7.1%. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ നോക്കുന്ന സമയത്ത് അത് ഹിസ്റ്റോറിക്കലി 12% റിട്ടേൺ തന്നിട്ടുണ്ട്.
പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന്റെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ലിമിറ്റഡ് ആണ്. വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ ഇതിനകത്ത് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ ഗ്രോത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മികച്ച റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പണം കോമ്പൗണ്ടിങ് ആവുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ടാക്സ് ബെനിഫിറ്റ് നോക്കുന്ന സമയത്ത് സെക്ഷൻ 80C+ ടാക്സ് ഫ്രീ റിട്ടേൺസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന സമയത്ത് 80C ബെനിഫിറ്റ് ഒന്നും അവൈലബിൾ അല്ല. LTCG ടാക്സും ഇവിടെ അപ്ലിക്കബിൾ ആണ്. 15 വർഷമാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന്റെ ലോക്ക് ഇൻ പീരിയഡ്. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ യാതൊരു വിധത്തിലുള്ള ലോക്ക് ഇൻ പീരീഡും വരുന്നില്ല, ELSS ഒഴികെ. ഇനി നമുക്ക് PPFലും മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ 15 വർഷത്തേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് എങ്ങനെയാണ് റിട്ടേൺ വരുന്നത് എന്നതിന്റെ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ പലിശ നിരക്ക് 7.1% നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1.5 ലക്ഷം രൂപ 15 വർഷത്തേക്ക് നമ്മൾ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്ന സമയത്ത് മൊത്തം 22.5 ലക്ഷം രൂപയാണ് നമ്മൾ ആകെ നിക്ഷേപിക്കുന്നത്. ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1.5 ലക്ഷം രൂപ എന്ന കണക്കിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 1.5 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് അത് PPFലും മ്യൂച്വൽ ഫണ്ടിലും എങ്ങനെയാണ് ഡിഫറന്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ 7.1% പലിശ നിരക്കായി ലഭിക്കുന്നത്. നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് നമ്മൾ ടോട്ടൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക 22.5 ലക്ഷം രൂപ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 7.5% പലിശ നിരക്കിൽ നമ്മൾ 15 വർഷത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ നമ്മൾക്ക് 18,18,000 രൂപ പലിശ നിരക്കിൽ ലഭിക്കുന്നു. സോ ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് വിൽ ബി 40,68,000 രൂപ. ഇത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് SIPയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് 12,500 രൂപ പ്രതിമാസം, അതായത് 1.5 ലക്ഷം രൂപ, നേരത്തെ പറഞ്ഞതുപോലെ 1.5 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് അതായി വരുന്നു. 12% എസ്റ്റിമേറ്റഡ് റിട്ടേൺ ആയിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ കണക്കാക്കപ്പെടുന്നത്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് 22.5 ലക്ഷം രൂപ നമ്മൾ 15 വർഷത്തേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ 22.5 ലക്ഷം രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. 36,99,000 രൂപയാണ് 12% പലിശ നിരക്കിൽ നമുക്ക് മൊത്തം ലഭിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത്. സോ മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 59,49,000 രൂപയായിട്ട് മാറുന്നു. ഏകദേശം 19 ലക്ഷത്തിന്റെ വ്യത്യാസം നമുക്ക് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലും മ്യൂച്വൽ ഫണ്ടിലും കാണാൻ വേണ്ടി കഴിഞ്ഞു. 15 വർഷത്തേക്ക് നിക്ഷേപിച്ച സമയത്ത് ഇത്രയും വലിയ ഒരു റിട്ടേൺ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിച്ചു. പക്ഷേ റിസ്ക് എലമെന്റ് വളരെ കൂടുതലാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് ആ റിസ്ക് ഇല്ല, റിസ്ക് ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. കുറഞ്ഞ തുകയാണെങ്കിൽ പോലും കുറഞ്ഞ റിസ്കിലാണ് നമുക്കത് ലഭിക്കുന്നത് എന്ന് പറയാം. സോ PPFും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ റിട്ടേൺ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കാനുള്ള ധാരാളം ഓപ്ഷനുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് പഠനം നടത്തി ഏത് ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത്, എന്തൊക്കെ റിസ്ക് ആണ്, അതിന്റെ പൂർവ്വകാല പെർഫോമൻസ് എന്തൊക്കെയായിരുന്നു, ആ ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പാടുകയുള്ളൂ. കാരണം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗവൺമെന്റ് ബാക്ക് സപ്പോർട്ടും ഇല്ല. നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ നിങ്ങളുടെ പണത്തിന്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലി 12% റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ റിസ്ക് കൂടിയാലും റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും എന്നതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ പ്രത്യേകത. പക്ഷേ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിത്തൗട്ട് എനി റിസ്ക്, ഗവൺമെന്റ് ബാക്ക് സപ്പോർട്ടോട് കൂടി, ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് വളരെ റിലാക്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ റിലാക്സ് ആയിട്ട് തന്നെ റിട്ടേൺ കിട്ടുന്ന ഒരു പോളിസിയാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളാണ്. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഭാവിയിലേക്കുള്ള ഒരു കോർപ്പസ് കെട്ടിപ്പടുക്കാൻ ഇന്ന് തന്നെ ആരംഭിക്കുക. വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമന്റായും രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ബോസ് വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ് വാല, ബി ദ ബോസ്.